നമസ്കാരം. CPM-ൽ പിണറായി വിജയന്റെ അപ്രമാദിത്യം അവസാനിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ പിണറായിക്കും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ പുതിയ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അനുഗ്രഹ ആശംസകൾ ഈ ഗ്രൂപ്പിനുണ്ടെന്നാണ് അറിയുന്നത്. പിണറായിയുടെയും MV ഗോവിന്ദന്റെയും നിലപാടുകളെയും പ്രവർത്തന രീതികളെയും അതിശക്തമായി വിമർശിച്ചും ചോദ്യം ചെയ്തുമാണ് ഈ പുതിയ ഗ്രൂപ്പ് രൂപപ്പെടുന്നത്. നിയമസഭയ്ക്കുള്ളിൽ പോലും പിണറായിയെ തിരുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ നീങ്ങുകയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ KN ബാലഗോപാൽ പിണറായിയെ തിരുത്തിയത്. അത് നമ്മളെല്ലാം കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിരുന്നു. പാർട്ടിക്കുള്ളിൽ കടുത്ത ആഭ്യന്തര ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് മറന്നേക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. P രാജീവ്, സ്വരാജ്, ബാലഗോപാൽ തുടങ്ങിയ രണ്ടാം നിര നേതാക്കളാണ് ഈ പുതിയ ഗ്രൂപ്പിന്റെ മുന്നിലുള്ളതെന്നാണ് അറിയുന്നത്. കണ്ണൂരിലെയും മറ്റും ഒരുപറ്റ മുതിർന്ന നേതാക്കളുടെ ആശീർവാദവും ഇവർക്കുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂരിലും മറ്റുമുള്ള ചില നേതാക്കൾ അനാവശ്യ പിടിവാശി കാണിച്ചുവെന്ന് അണികൾക്കിടയിൽ തന്നെ പരാതിയുണ്ട്. അതിന് തെളിവാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ തോൽവികളും ഭൂരിപക്ഷത്തിലെ കുറവും. അത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ പോലും ഒരു വേള തോൽക്കുമെന്ന ഘട്ടത്തിലെത്തിയത് ഇതിനൊരു തെളിവാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിക്ക് തങ്ങളെതിരല്ലെന്നും പാർട്ടിയെ ചിലരുടെ തൊഴുത്തിൽ മാത്രം കെട്ടാനുള്ള നീക്കത്തെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്ന ഇക്കൂട്ടർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പോലും താൻ എല്ലാത്തിനും അതീതനാണെന്ന പിണറായി വിജയന്റെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ് ഈ തോൽവിക്കെല്ലാം കാരണമായതെന്നും വ്യക്തമാക്കുന്നു. അങ്ങനെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തോൽവിക്ക് തൊട്ടു പിന്നാലെ താഴെത്തട്ട് മുതൽ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും അതിന് പരിഹാരം കാണുമെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞുവെങ്കിലും അത് ഇതുവരെ നടപ്പായില്ല. തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ കേൾക്കേണ്ടവരും തിരുത്തേണ്ടവരും അത് രണ്ടും ചെയ്തില്ലെന്നാണ് പാർട്ടി അംഗങ്ങൾ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്നത്. വ്യക്തിപരമായ വീഴ്ചകളല്ല, പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് തോൽവിക്ക് കാരണമെന്നും പിണറായിയുടെയും MV ഗോവിന്ദന്റെയും വിശദീകരണം അത് തന്നെ ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇരുവരുടെയും നിലപാടുകളെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അത് പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് നയിച്ചേക്കുമെന്നും അണികൾക്ക് ആശങ്കയുണ്ട്. പാർട്ടിയിലെ ഒരുപറ്റ നേതാക്കളുടെ ആശീർവാദവും അണികളുടെ വ്യക്തമായ പിന്തുണയും പുതിയ ഗ്രൂപ്പിനുണ്ട്. അതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. VS അച്യുതാനന്ദന് ശേഷം പാർട്ടിക്കുള്ളിൽ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ശക്തനായ ഒരാൾ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ അപജയത്തിന് കാരണമായി അവർ അതായത് ഒട്ടുമിക്കവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്.